നമുക്കിന്നൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിന് ഹെയർ ബാൻഡിൻ്റെ ബേസ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വിധത്തിലുള്ള ബേസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ റിബൺ വേണം. ഞാൻ ഒരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡുള്ള റിബണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഇതിനെ ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ കെട്ടി വെക്കുക. കെട്ടിയാലും ഒന്ന് ഒട്ടിച്ച് വെക്കുന്നതാണ് കുറച്ചുകൂടി സേഫ്. അപ്പോൾ അത് ചെയ്യാം. ഞാൻ ഇതുവരെ ഹെയർ ബോ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഏറ്റവും ഈ റിബണിൻ്റെ സെൻറ്ററിലൊരു കെട്ട് വെച്ചിട്ടുണ്ട്. അതിനെ ഞാനൊന്ന് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കുകയാണ്. എന്നിട്ട് ഗമ്മിട്ടിട്ട് ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ നല്ല മഴയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ശബ്ദം ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. അതുപോലെ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. ഞാൻ സ്പോട്ടിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനുള്ളൊരു ഇതിൽ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഗമ്മ യൂസ് ചെയ്യുക, ഒട്ടിച്ച് വെക്കുക. അയ്യോ കൂട്ടൊക്കെ സമയം പോയി. എടോ കയറടോ കയറടോ. യെസ്, ഓക്കെ. ഗമ്മിട്ട് ഒട്ടിച്ച് വെച്ചു. നന്നായിട്ട് ടൈറ്റായി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ അത് ആ ഒരു സാധനത്തിന് മാത്രം യൂസ് ചെയ്യാൻ പാടില്ല. ഒന്ന് മാറ്റി പിടിക്കുകയൊക്കെ ചെയ്യണ്ടേ. അപ്പം ഞാൻ ഇതിനു മുമ്പേ ഒരു ബ്ലാക്ക് കറുത്ത ചരട് കൊണ്ട് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പഠിച്ചിട്ടുണ്ട്. വേറൊരു ബ്രേസ്ലെറ്റ് നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡ് ഈ ഒരു ഹെയർ ബാൻഡിൽ ഞാൻ യൂസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ സൈഡിലുള്ള റിബൺ അടിയിലൂടെ, ഇതാണ് കേട്ടോ സെൻറ്ററിലെ ചരടിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടിയിലൂടെ എടുക്കുക. ഈ സൈഡിലെ റിബൺ ഇതിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് മേളിൽ കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. കണ്ടോ, എനിക്ക് സ്പോട്ടിൽ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. അല്ലാതെ എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി തരണം എന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടുക, ടൈറ്റ് ചെയ്ത് വെക്കാം. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പൊങ്ങിക്കിടക്കുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് അത് വരണം. അല്ലെങ്കിൽ ഒരേ സൈഡിൽ ഇങ്ങനെ വരുന്നതാണെങ്കിൽ വീണ്ടും ഇതേ മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുക. ഈ ഭാഗത്തുള്ള അടിയിലേക്ക് വെക്കുക. ഇപ്പോൾ ചെയ്തില്ലേ അതേ മെത്തേഡ് ചെയ്യുക. അല്ല ഈ ഒരു ഭാഗം രണ്ട് സൈഡിലും വരണമെങ്കിൽ അടുത്ത ചെയ്യേണ്ടത്, എനിക്ക് രണ്ട് സൈഡിലും വരണം കേട്ടോ. അപ്പോൾ അടുത്ത ചെയ്യേണ്ടത് ഈ സൈഡിലുള്ളത് അടിയിലേക്ക് വെക്കുക. ഇവിടെ ഉള്ളത് ഇതിൻ്റെ അടിയിലൂടെ വന്നിട്ട് ഇതിൻ്റെ മേലിലൂടെ വരിക. അപ്പോൾ ഇവിടെ കുറച്ച് ലെങ്ത്തിൽ എടുക്കുക കേട്ടോ. നമ്മുടെ ഹെയർ ബോളിൽ ഫുള്ളായിട്ട് കവർ ചെയ്യണ്ടേ. അല്ലെങ്കിലും തീർന്നു പോയാലും നമുക്ക് വീണ്ടും ജോയിൻ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഈ സൈഡിലും ഈ ഒരു കാണുന്നുണ്ടോ എന്താ പൊങ്ങി നിൽക്കുന്നത്? കാണുന്നില്ലേ? കണ്ടോ, ഇവിടെ രണ്ട് ഭാഗത്തും ഒരു ഇത് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇപ്പുറത്തെ ഈ ഒരു സൈഡിലേക്കാണ് വേണ്ടത്. അപ്പോൾ ഈ ഭാഗം അടിയിലേക്ക് വെക്കുക. ഇത് അടിയിലൂടെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. നമ്മൾ ബ്രേസ്ലെറ്റിലൊക്കെ ചെയ്യുമ്പോൾ ഇതേ മെത്തേഡിന് ചെയ്യണം കേട്ടോ. ഈ സൈഡിൽ അടിയിൽ വെക്കണം, പിന്നത്തെ ഈ സൈഡിൽ അടിയിൽ വെക്കണം, അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഒരേ ഭാഗത്ത് തന്നെ ചെയ്താൽ ബ്രേസ്ലെറ്റ് ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കും. എത്ര നമ്മൾ കയ്യിൽ എങ്ങനെ കെട്ടിയാലും അത് കുറച്ച് സമയം കഴിയുമ്പോൾ പിരിഞ്ഞ് പോകും. അപ്പോൾ നമുക്ക് ഇതേ മെത്തേഡ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഫൈനലായിട്ടുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്? ഇല്ലല്ലോ. നമ്മൾ ഒരു മെത്തേഡ് പഠിച്ചാൽ പരമാവധി എവിടെയൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഉപയോഗിക്കുന്നവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത ഇതുവരെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴല്ലേ എനിക്കൊരു ഇത് വന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യാത്തുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്ത് മെത്തേഡാണെങ്കിലും നമ്മൾ പല സ്ഥലത്തും അതൊന്ന് പ്രയോഗിച്ച് നോക്കുക. ചിലത് സക്സസ് ആവും, ചിലത് ഫ്ലോപ്പ് ആവും. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ശ്രമിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ സൗണ്ട് കുറഞ്ഞു പോകുന്നുണ്ട്. മഴ ആയതുകൊണ്ട് നല്ല സൗണ്ടിൽ പറയാൻ നോക്കിയതാണ്. പക്ഷേ എങ്കിൽ എത്ര പറഞ്ഞാലും പിന്നെയും നമ്മുടെ നോർമൽ സൗണ്ടിലേക്ക് വരില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഹെയർ ബാൻഡിൻ്റെ ബേസിൽ മുഴുവനായിട്ടും ഞാൻ മെടഞ്ഞ് വെച്ചിട്ടുണ്ട്.
ഇതിന് ഇനി ചെറിയ രീതിയിൽ കുറച്ചൊരു എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ത്രെഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. നമ്മൾ സ്റ്റിച്ചിങ് ത്രെഡല്ല, നമ്മൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന ത്രെഡാണെങ്കിൽ ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതിൻ്റെ അവസാനം മടക്കി വെച്ചിട്ട് ഗമ്മിട്ട് ഒട്ടിച്ചേക്കാണ് ചെയ്യുന്നത്. അതേപോലെ തീർന്നു പോയാൽ അഥവാ നമുക്ക് മുഴുവനായിട്ടും കിട്ടാതെ പകുതി വഴിയിൽ വെച്ച് തീർന്നു പോവുകയാണെങ്കിൽ അവിടുന്ന് ആ ഒരു ബാക്കി ബാലൻസ് വന്ന ചെറിയ ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് നമ്മൾ പുതിയൊരു റിബൺ എടുത്തിട്ട്, പുതിയ ത്രെഡാണോ റിബണാണോ എന്താണോ അതെടുത്തിട്ട് വീണ്ടും ആദ്യം സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വരിക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ മെടഞ്ഞതിനേക്കാളും കുറച്ചുകൂടി ടൈറ്റിലായിപ്പോയി പിന്നീട് എടുത്ത റിബണ് മെടഞ്ഞത്. അതുകൊണ്ടാണ് അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കാണില്ല കേട്ടോ, എല്ലാം ഒരേപോലെ ആവും. ഇനി ഞാനിതിൽ ചെയ്യുന്ന ചെറിയൊരു മാറ്റം, ചെറിയൊരു രീതിക്ക് ഒരു ബീഡ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, ഒന്നുകൂടി ഒരു മാറ്റം, ചെറിയൊരു മാറ്റം വരുത്താമെന്ന് വെച്ചിട്ട് ഈ ഒരു യെല്ലോ വൈറ്റ് കളറും ഇനി ഒരു വൈറ്റ് ബീഡും എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. വൈറ്റ് ബീഡും പിന്നെ ആ യെല്ലോ വൈറ്റ് വരുന്ന ആ ഒരു ബീഡും കൂടി വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ബീഡ് വെക്കണമെന്ന് ഒരു നിർബന്ധം ഇല്ല കേട്ടോ. അല്ലാതെ തന്നെ ആ മെടഞ്ഞ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു വർക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് ചെയ്യാം. പിന്നെ എൻ്റെ കൂടിയിട്ടില്ലാത്തവർ കൂടുക കേട്ടോ. എന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഒരു കുഞ്ഞു ഫാമിലിയിലേക്ക് കയറി വരിക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നതുവരെ ബൈ.